പിന്നെ അൾട്ടിമേറ്റ്ലി എനിക്ക് കേരളത്തിലുള്ള കുട്ടികളെ ആണ് ഇതിൽ കൂടുതലായിട്ടും കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമുള്ള. കാരണം ഇവിടെയൊക്കെ ഇഷ്ടമാതിരി പ്രോഗ്രാംസ് ഇതേമാതിരി നടക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് അവസരങ്ങളും ഉണ്ട് വരാൻ വേണ്ടി. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇതേപോലെയുള്ള ഇതൊക്കെ വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെയാണ് കൂടുതൽ ഇതിനുള്ള വർക്ക് ആവശ്യമുള്ളതെന്നാണ് തോന്നുന്നത് എനിക്ക്. ഫെയിലിയർ ഒരു നല്ല കാര്യമാണ്. നമ്മളെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ കൂടിയാണ് അത്. ശ്രീപൂർണ കാനഡയിൽ ഒരു മലയാളി സയന്റിസ്റ്റ് ആണ്. വിമൻ സയന്റിസ്റ്റ് എന്നുള്ളത് ഒരു സ്വപ്നമായിരുന്നു ശ്രീപൂർണയ്ക്ക്. സയൻസിന്റെ റിസർച്ച് സാധ്യതകളെ കുറിച്ചും വിമൻ സയന്റിസ്റ്റ് പോസിബിലിറ്റീസിനെ കുറിച്ചും ഫെയിലിയേഴ്സിനെ എങ്ങനെ സമീപിക്കണം, എങ്ങനെ ഓവർകം ചെയ്യണം എന്നതിനെ കുറിച്ചും ശ്രീപൂർണ നമ്മളോട് സംസാരിക്കുന്നു. സ്കൂൾ എഡ്യൂക്കേഷൻ ഒക്കെ കാലിക്കറ്റ് ആയിരുന്നു? അതെ, കാലിക്കറ്റ് സിൽവർ ഹിൽസ് എന്ന് പറഞ്ഞ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഒരു കാത്തലിക് സ്കൂളായിരുന്നു അത്. CMI ഫാദേഴ്സിന്റെ സ്കൂൾ, ഭയങ്കര ഡിസിപ്ലിൻ ഒക്കെ ഉള്ള ഒരു സ്കൂളിലായിരുന്നു 12th വരെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്കൂളിൽ. അങ്ങനെ വീട്ടിന്റെ അടുത്ത് തന്നെയാണ്. പക്ഷെ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് കുറച്ച് കൂടുതൽ സ്ട്രിക്റ്റ് ആയി പോയോ സ്കൂൾ ലൈഫിൽ എന്നുള്ള ഒരു ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട് ഉള്ളൂ. അല്ലാതെ ബാക്കിയെല്ലാം വളരെ നല്ലൊരു സ്കൂൾ തന്നെയാണ്. So were there other activities during your school? സ്കൂൾ പഠിക്കുമ്പം എനിക്ക് എന്താ പറയുക പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ മലയാളി കുട്ടികളെയും മാതിരി തന്നെ എപ്പോഴും എന്താ പറയുക നമുക്ക് എൻട്രൻസിന് വേണ്ടി ഫോക്കസ് ചെയ്യണം. അതിന് എഞ്ചിനീയറിംഗ്, മെഡിസിൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും പഠിത്തം. കാരണം നമുക്ക് അധികം എന്താ പറയുക എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലോ അതിലൊന്നും ഇൻവോൾവ് ചെയ്യാനുള്ള ആ സമയമോ അതിനുള്ള എനർജി കൊടുക്കാനുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ചെറുതായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നു. പക്ഷെ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രഷറിൽ പഠിച്ചു എന്നല്ലാതെ നമുക്കൊരു എന്താ പറയുക സ്വന്തമായിട്ടുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് പഠിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായില്ല. കാരണം എപ്പോഴും എന്തെങ്കിലും ഫ്രീ ആയിട്ട് ഇരിക്കും പലരും പറയും എന്താ പഠിക്കാത്തത്, പോയി പഠിക്കൂ, അങ്ങനെയുള്ളൊരു ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഞാൻ ഗ്രോയിങ് അപ്പ്. അപ്പോൾ അതാണ്, അധികം പ്രത്യേകിച്ച് ഒരു ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമൊന്നും ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നു അന്നത്തെ ഒരു ആംബിഷൻ? എന്തായിരുന്നു ലൈക്ക് ഇൻ ദ ഹൈസ്കൂൾ പീരിയഡ്? ഹൈസ്കൂളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനിപ്പോൾ കാണുന്ന എല്ലാവരും, എൻ്റെ ചുറ്റുപാടുള്ള എല്ലാവരും 11th 12th ഒക്കെ ആയിരുന്ന സമയത്ത് ഈ കോച്ചിങ്ങിന് പോവുക എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പം ഞാനും വിചാരിച്ചു ഓക്കെ അതായിരിക്കും എൻ്റെയും ഒരു പാത്ത് എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പോയത്. പിന്നെ എനിക്ക് മനസ്സിലായി അത് എനിക്ക് വേണ്ടി തീരെ ഫിറ്റ് ആവുന്നില്ല. അതിലുള്ള കാര്യങ്ങളും എനിക്കിങ്ങനെ ഒരു കൺസ്ട്രെയിൻഡ് ആയിട്ട് ഒരു കാര്യം ഇങ്ങനെ പറയുന്നത് പഠിച്ച് എഴുതുക എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അത്ര ഒരു എന്താ പറയുക ഐ കുഡന്റ് ഗെറ്റ് അലോങ് വിത്ത് ദാറ്റ് കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ്. അത് കാരണം ഞാൻ അതിൽ നന്നായിട്ട് എക്സൽ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പം ലക്കിലി ഐസർ എന്ന് പറഞ്ഞൊരു എന്താ പറയുക കോളേജിന്റെ ഒരു അഡ്മിഷൻ എഴുതി, അതിൽ കിട്ടി. അപ്പൊ അതിനുശേഷമാണ് എനിക്ക് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും സ്വന്തമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനും ഏതിലേക്ക് പോകണം എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ടാവാനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ടായത്. അങ്ങനെയാണ്. Can you give more insights? അതിന്റെ പശ്ചാത്തലം എങ്ങനെയാണ്? എവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്? എന്തായിരുന്നു? എന്തുകൊണ്ടാണ് അവിടെ അപ്ലൈ ചെയ്യാൻ കാര്യം? ഞാൻ എഞ്ചിനീയറിംഗിന്റെ ഒക്കെ ഒരു കോളേജിലൊക്കെ ജോയിൻ ചെയ്തിരുന്നു. ആ സമയത്താണ് ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അറിയുന്നതും. അപ്പൊ ഞാൻ വിചാരിച്ചു വൈ നോട്ട്, എല്ലാ എൻട്രൻസ് എക്സാം എഴുതുന്ന മാതിരി അതിൽ എഴുതിയതായിരുന്നു. സെറൻറ്റിപ്പിറ്റസ്ലി അത് കിട്ടി, അവിടെ പോകാൻ പറ്റി. അപ്പം ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഐഡിയ എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പൊ ഇന്ത്യയിൽ സയൻസ് എഡ്യൂക്കേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇല്ലാത്തത് കാരണം ഇങ്ങനൊരു ഇത് തുടങ്ങിയതാണ്. ഇതാദ്യം തുടങ്ങിയത് കൽക്കത്തയിലും പൂനെയിലും ആയിരുന്നു. പിന്നെ അതിന്റെ ബ്രാഞ്ചസ് ഐസെറ്റ് ട്രിവാൻഡ്രം ഉണ്ട്, തിരുപ്പതി ഉണ്ട്, ഭോപ്പാൽ, മൊഹാലി, അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ IIT-യിലേക്കൊക്കെ പോകുന്ന കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഈ ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആ ഒരു അതിലാണ് പോകുന്നത്. അത് കാരണം ഇന്ത്യയിൽ എന്താ പറയുക ഈ സയൻസിന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള അത്രയും ആൾക്കാരൊന്നും ഇല്ലാത്ത ഭയങ്കര ഒരു ഷോർട്ടേജ് വരുന്നത് കാരണം ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്ത ഒരു വെഞ്ചർ ആയിരുന്നു ഈ ഐസർ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ അതിന്റെ 5th batch പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് കിട്ടിയത്.
അത് കോഴ്സ് ഒരു ഇന്റഗ്രേറ്റഡ് കോഴ്സ് ആണെന്ന് പറഞ്ഞു. അതിനെ കുറിച്ചൊന്ന് പറയൂ. എനിക്ക് ആദ്യം പോയപ്പോൾ വളരെ ഒരു നല്ലൊരു കോൺസെപ്റ്റ് ആയിട്ട് തോന്നി. കാരണം പോകുമ്പോൾ നമ്മൾക്ക് ഒരു മേജറോ അങ്ങനെയൊന്നും നമ്മൾ ചൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ നമ്മൾ എല്ലാ സബ്ജക്റ്റും ഒരേപോലെ പഠിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി ആൻഡ് എർത്ത് സയൻസസ് ഈ എല്ലാ സബ്ജക്റ്റും എല്ലാവരും എന്താ പറയുക കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവരെല്ലാവരും ഒരേപോലെ പഠിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചൂസ് ചെയ്യാം ഏത് സബ്ജക്റ്റാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത്. അപ്പൊ ഈ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. കാരണം ആദ്യമൊക്കെ ഒന്നും എനിക്ക് ബയോളജി അങ്ങനത്തെ ഒന്നും തീരെ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരുപാട് ഫാക്ട്സ് ഒക്കെ മഗപ്പ് ചെയ്യാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ബയോളജി പഠിക്കില്ല എന്ന് തന്നെ വിചാരിച്ചു. പക്ഷെ ഈ ഐസറിൽ പോയി നമ്മൾ അവിടെ എത്തി എന്തൊക്കെയാണ് ബയോളജിയുടെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കണ്ടു. പിന്നെ അതിൻ്റെ ഉള്ള എന്താ പറയാ ഐ ഓപ്പണിങ് സാധനങ്ങളൊക്കെ നമുക്ക് അറിയാനുള്ള ഒരു അവസരം ഉണ്ടായി. അപ്പോൾ തോന്നി ബയോളജിയും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്, നമുക്ക് എടുക്കാം. അങ്ങനെ എല്ലാവർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം 12th സ്റ്റാൻഡേർഡ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ലല്ലോ നമുക്ക് ഏത് സബ്ജക്റ്റ് ആണ് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക, നമ്മുടെ ഇൻട്രസ്റ്റ് ഏതിലാണ്, നമ്മൾ ഏത് പോയാലാണ് കൂടുതലായിട്ട് എക്സൽ ചെയ്യാൻ പറ്റുക, അതൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഇങ്ങനെയൊരു എല്ലാ സബ്ജക്റ്റും വീണ്ടും പഠിക്കാനുള്ള ഒരു അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസറിൽ പോയത് കൊണ്ട് വളരെ ഉപകാരമായിട്ട് തോന്നി. അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത്. ഇതിലേക്ക് ഒരു റിസർച്ചിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് ഏത് സമയത്തായിരുന്നു? അവിടെ പോയ സമയത്ത് തന്നെ കുറച്ചൊക്കെ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കി തുടങ്ങി. ഈ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോബ് ഓറിയന്റഡ് കോഴ്സ് അല്ല. അത് ആദ്യമേ നമുക്ക് അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടുത്തെ പ്രൊഫസേഴ്സ് ഒക്കെ. മോസ്റ്റ്ലി നമ്മളൊരു റിസർച്ച് ഓറിയന്റഡ് കോഴ്സാണ്. നമ്മളെ അങ്ങനെ തന്നെയാണ് ഗ്രൂം ചെയ്യുന്നതും. ഒരു റിസർച്ചർ ആവാനുള്ള എല്ലാ എന്താ പറയുക ടൂൾസും നമുക്ക് വേണ്ടിയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് അത് കണ്ടെത്തണം ത്രൂ ദിസ് കോഴ്സ്. അങ്ങനെയായിരുന്നു അതിന്റെ ലേ ഔട്ട് തന്നെ. അപ്പം എന്താ പറയാ തുടക്കത്തിൽ തന്നെ ഇപ്പൊ നമ്മൾ എല്ലാ ലാബിലാണെങ്കിലും നമുക്കിപ്പോ ചെറിയ ചെറിയ റിസർച്ച് പ്രോജക്ട്സ് ആദ്യമേ സ്മോൾ വലിയതൊന്നും അല്ല, ചെറിയ ചെറിയ പ്രോജക്റ്റ് നമ്മൾ സ്വന്തമായിട്ട് ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നു, അതിനെ കുറിച്ചുള്ള എന്താ കൺക്ലൂഷൻസ് ഒക്കെ എഴുതുന്നു, അതിനെ പ്രസന്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള അത് ആദ്യമേ അതിലൊരു ഇതുണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ മുതൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആ കോഴ്സിന് ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്നാണ് റിസർച്ചിന്റെ ചെറിയ ചെറിയ സീഡ്സ് ഒക്കെ സോ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസറിലുള്ള വളരെ ഒരു നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മറിൽ ഒരു 2.5 months ഒരു വെക്കേഷൻ ഉണ്ടായിരുന്നു, ഒരു ഹോളിഡേ പീരീഡ്, സമ്മർ ഹോളിഡേ എന്ന് പറഞ്ഞ ഇതുണ്ടായിരുന്നു. അപ്പൊ ആ സമ്മറിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് റിസർച്ച് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള ഒരു അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെയുള്ള. നമ്മളുടെ സീനിയർ ആൾക്കാരും സ്റ്റുഡൻസ് ഒക്കെ ഈ ഒരു സമ്മർ യൂസ് ചെയ്തിട്ട് പല സ്ഥലത്തും ട്രാവൽ ചെയ്യാനും പുതിയ പുതിയ റിസർച്ച് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്കും അങ്ങനെ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ട്രാവലിങ്ങും ഇഷ്ടമാണ്, അതിന്റെ കൂടെ എനിക്ക് റിസർച്ചും ചെയ്യാന്നുള്ള ഒരു രണ്ട് കാര്യം കൂടി ആയപ്പോൾ എല്ലാ സമ്മറിലും ഓരോരോ സ്ഥലങ്ങളിൽ പോകാനും കുറച്ച് ചെറുതായിട്ടുള്ള റിസർച്ച് ഏരിയകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉള്ള കുറെ കാര്യങ്ങളൊക്കെ അവിടുന്ന് ഉണ്ടായിരുന്നു ഐസറിനുള്ള. തുടർന്ന് PhD ചെയ്യാനുള്ള റെഫറൻസസ് അവിടുന്ന് തന്നെയാണോ കാനഡയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടായത്? ഞാനിപ്പോ ഈ സമ്മറിന്റെ കാര്യം പറഞ്ഞത് പോലെ എനിക്കിപ്പം ഒരു 3rd ഇയർ ഒക്കെ ആയപ്പം ഒരു നോർവേയിൽ ഇതേപോലെ ഒരു സമ്മർ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നോർവേയിൽ പോയി ചെയ്തപ്പോൾ എനിക്ക് അവിടുത്തെ ഒരു പ്രൊഫസറിന്റെ ഒരു റെഫറൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോർവേന്ന് അത് കഴിഞ്ഞിട്ട് 4th ഇയറിലായിരുന്നു. അപ്പം എനിക്ക് US ഇതേപോലെ ഒരു സമ്മർ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, വെയിൽ കോർണൽ മെഡിക്കൽ കോളേജിൽ. അപ്പൊ അവരുടെ ഒരു റെഫറൻസ് കിട്ടിയപ്പം പിന്നെ നമ്മൾ ഐസറിൽ തന്നെ വർക്ക് ചെയ്തിരുന്ന പ്രൊഫസറിന്റെ കൂടെയുള്ള റെഫറൻസ് അതൊക്കെ എടുത്തിട്ടാണ് ഞാൻ പിന്നെ കാനഡയിലേക്ക് വരാനുള്ള ഒരു ഇത്. ഹൗ എക്സ്പെൻസീവ് എന്തെങ്കിലും സ്കോളർഷിപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗ്രാന്റ്സ് ഒക്കെ കിട്ടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടോ? അതെ, ഐസറിൽ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ സ്റ്റുഡൻസിനും, കാരണം ഈ സയൻസിൽ ഇപ്പം ഈ സ്റ്റുഡൻസ് പോവാതെ ബ്രില്യൻ സ്റ്റുഡൻസ് ഒക്കെ IIT-യിലും എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്യുന്നത് കാരണം എല്ലാവരെയും ലൂർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ 5,000 rupees എവറി മന്ത് സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ടായിരുന്നു. പ്ലസ് കണ്ടിജൻസി ഫണ്ട്, നമുക്ക് ലാപ്ടോപ്പ് വാങ്ങാനും ഇലക്ട്രോണിക്സ് വാങ്ങാനൊക്കെ ഉള്ള ഫണ്ട്സും ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു നല്ലൊരു ഒരു കാര്യം ഐസർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവര് ഇപ്പൊ അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. എല്ലാവർക്കും ഈ സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഇല്ല, പക്ഷെ കുറച്ച് സെലക്ടഡ് സ്റ്റുഡൻസിന് ഇപ്പോഴും അവര് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്.
അപ്പൊ അതും ഒരു ഇൻഡിപെൻഡൻസ് തന്നു, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. In Canada for 6 years, nearly 6 years. കാനഡയിൽ വന്നിട്ടുള്ള സംഭവങ്ങൾ എങ്ങനെയായിരുന്നു? ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് തന്നെയല്ലേ അവിടെ എത്തിയത്? റിസർച്ച് PhD ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കാനഡയിൽ എത്തിയത്. അപ്പൊ ആദ്യം ഞാൻ ഐസറില് ഒരു റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഒരു മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് എന്നുള്ള ഒരു രോഗത്തിനെ കുറിച്ച് പഠിക്കാനായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു, എനിക്കിതില് കുഴപ്പമില്ല, എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്, ഇനി നമുക്ക് ഇതിന്റെ കുറച്ചും കൂടി ഡീപ്പായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി PhDക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാനഡയില് യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ട എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസർ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ഒരു ഇമെയിൽ അയച്ചു, എനിക്കിങ്ങനെ താല്പര്യമുണ്ട്, ഇതൊക്കെയാണ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഓക്കെ, എനിക്കിപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, വരാം എൻ്റെ ലാബിൽ ഒരു PhD സ്റ്റുഡൻ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ഒരു പെർമിഷൻ കിട്ടിയതിന് ശേഷം ആ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു. അങ്ങനെ യൂണിവേഴ്സിറ്റി സെലക്ഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ കാനഡയിലേക്ക് ആദ്യം വരുന്നത്. പക്ഷെ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയമായപ്പോഴേക്കും ഈ പ്രൊഫസറിന് കുറച്ച് ഫണ്ടിങ്ങിൻ്റെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം എന്നെ സെലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷവും ആ പ്രൊഫസറിനെ എന്നെ എടുക്കാൻ പറ്റിയിരുന്നില്ല സ്റ്റുഡൻ്റ് ആയിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു സബ്ജക്ട് എൻറ്റയർലി ചേഞ്ച് ചെയ്യേണ്ടി വന്നു. ആദ്യം മൾട്ടിപ്പിൾ സ്ക്ലെറോസിസിനെ കുറിച്ച് പഠിക്കായിരുന്നു. അവിടുന്ന് പിന്നെ ഈ കോളറ ബാക്ടീരിയനെ കുറിച്ച് പഠിക്കുന്ന റിസർച്ചിലേക്ക് മാറി. അത് കഴിഞ്ഞിട്ടും അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒരു ഓൾമോസ്റ്റ് ഒരു 1 year ആയപ്പോഴേക്കും എൻ്റെ പ്രൊഫസർ പറഞ്ഞു, ഈ പുതിയ പ്രൊഫസർ ലാബ് വേറെ US മൂവ് ചെയ്യാണ്, അപ്പോൾ ഒന്നെങ്കിൽ എനിക്ക് അവിടെ പോവാം, അല്ലെങ്കിൽ പുതിയൊരു എന്താ പറയുക പ്രൊഫസറുമായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അവിടുന്ന് വീണ്ടും ചേഞ്ച് ചെയ്യേണ്ടി വന്നു എന്താ പറയുക എൻ്റെ റിസർച്ച്. അങ്ങനെ ഞാനിപ്പം ഉള്ള സെന്റർ ഫോർ ബ്ലഡ് റിസർച്ചിലേക്ക് മാറി. അതും ഒരു ഡിഫറെന്റ് ടോപ്പിക്കാണ്. അങ്ങനെ പല സ്ഥലത്ത് പോയി പലതും ചെയ്യാനുള്ള ഒരു ഇതും കൂടി ഉണ്ടായി ഈ കാനഡയിൽ തന്നെ. Coming to this particular research about blood clotting, I don't know much. അതൊന്ന് പറഞ്ഞുതരോ? ഞാനിപ്പോ എന്താ ചെയ്യുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ, ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാനുള്ള ഡ്രഗ്സ് ഉണ്ടാക്കുകയാണ്. അപ്പൊ നമ്മുടെ കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്ലീഡ് ചെയ്യില്ലേ? അപ്പൊ ബ്ലീഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് അങ്ങനെ ബ്ലഡ് ലീക്കായി പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് ബ്ലഡ് ക്ലോട്ടിങ് വേണം. അപ്പൊ അത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്. പക്ഷെ നമ്മുടെ ബോഡിയുടെ ഉള്ളില് ബ്ലഡ് വെസൽസിന്റെ ഉള്ളിൽ ഈ ക്ലോട്ട് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ എന്താ പറയുക ഹിൻഡേർഡ് ആവും. നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാം, സ്ട്രോക്ക് വരാം. അതൊരു ബാഡ് ഡെഡ്ലി ബ്ലഡ് ക്ലോട്ടാണ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് പല ആൾക്കാരും ബ്ലഡ് തിന്നേഴ്സ് കഴിക്കാറുണ്ട്. അങ്ങനെയാണ് കോമൺലി അതിനെക്കുറിച്ച് അറിയപ്പെടുന്നത്, ഓർ ആന്റിക്വാഗുലൻസ്. അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ നല്ല ബ്ലഡ് ക്ലോട്ടും, ഇപ്പൊ കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ക്ലോട്ടും അത് ഉണ്ടാവാതെയായി മാറും. അപ്പൊ അവർക്ക് സർജറി ഒക്കെ നടത്തുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്, കാരണം ഭയങ്കര ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന റിസർച്ചിൽ ഒരു ഡ്രഗ് ഡെവലപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അത് ഈ ബാഡ് ബ്ലഡ് ക്ലോട്ട്സിനെ പ്രിവെന്റ് ചെയ്യും, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇറ്റ് വിൽ ലെറ്റ് ദി ഗുഡ് ബ്ലഡ് ക്ലോട്ട്സ് ടു ഫോം. സോ അതാണ് എൻ്റെ റിസർച്ച്. I think people with heart patients നൊക്കെ ഈ പറഞ്ഞ ബ്ലഡ് തിൻ ചെയ്യാനുള്ള മരുന്നുകളൊക്കെ കഴിക്കും. സോ I think this would be a great development in that case. ഒരു ടൈനി സ്റ്റെപ്പാണ്. അതിന് പുതിയ ഇപ്പോൾ ഓരോരോ റിസർച്ച് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ക്രൂഡ് പ്രോട്ടോടൈപ്പ് ആയിരിക്കും ഇനി എന്താ പറയുക ഇങ്ങനത്തെ ഒരു ബ്ലഡ് ക്ലോട്ടിങ് ഡ്രഗിനെ കുറിച്ച് എത്ര മാത്രം എന്താ പറയുക മാർക്കറ്റിൽ എത്തുമെന്നൊന്നും അറിയില്ല, പക്ഷെ അതിലേക്കുള്ള ശ്രമമാണ് നടക്കുന്നത്. Talking about women scientists, so I read that article about you. So you had mentioned that there are no many women scientists, which was one of the ഒരു reason അങ്ങനെ ഒരു explore ചെയ്യാനുള്ളതിന്റെ ഒരു reason കൂടി അതായിരുന്നു. And I think in a way you are giving back to the society. ആ ഒരു അടുത്ത ജനറേഷൻ കുട്ടികൾക്ക് വേണ്ടി. സോ യു ഹാവ് സംതിങ് ടു സേ ഫോർ ദം. അത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു സയൻസിനെ കുറിച്ചും അതിന്റെ പൊട്ടൻഷ്യലിനെ കുറിച്ചും അതിന്റെ എന്താ പറയാ പൊട്ടൻഷ്യൽ മെയിൻലി. അപ്പം ഞാൻ വളരും എനിക്ക് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. ഞാനൊരു വിമൻ സയന്റിസ്റ്റിനെ കണ്ടതും കൂടി ഇല്ലായിരുന്നു വൈൽ ഗ്രോയിങ് അപ്പ്. പക്ഷെ കുറെ ഡോക്ടർമാരെ കണ്ടിരുന്നു, എഞ്ചിനീയേഴ്സിനെ കണ്ടിരുന്നു, പക്ഷെ നോട്ട് എ സയന്റിസ്റ്റ് ആൻഡ് നെവർ എ വിമൻ സയന്റിസ്റ്റ്. അപ്പം അത് കാരണം എനിക്ക് ഒരു എന്താ പറയാ
ഇനിയുള്ള ജനറേഷൻ വരുന്നവർക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയും ഉണ്ട് എന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം കൊടുക്കണം എന്നുണ്ട്. അത് കാരണമാണ് ഞാൻ ഈ ഔട്ട്റീച്ചിൽ ഇൻട്രസ്റ്റഡ് ആവാൻ ഉള്ള കാരണം. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസസ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഇത്. അങ്ങനെ ആണ് ഇവിടെ കാനഡയിൽ ഈ ഔട്ട്റീച്ച് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവാൻ തുടങ്ങിയതും. അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ചെറിയ സയൻസ് പ്രോഗ്രാംസും അതൊക്കെ ഡെവലപ്പ് ചെയ്യാനും അത് ഡെലിവർ ചെയ്യാനും സ്കൂൾസിൽ പോയിട്ടും അതല്ലാതെ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനും ചെയ്യാനും ഒക്കെ എനിക്ക് ഉള്ള ഇൻട്രസ്റ്റ് വരാനുള്ള കാരണം അതാണ്. പിന്നെ അൾട്ടിമേറ്റ്ലി എനിക്ക് കേരളത്തിലുള്ള കുട്ടികളെ ആണ് ഇതിൽ കൂടുതലായിട്ടും കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമുള്ള കാരണം ഇവിടെയൊക്കെ ഇഷ്ടമാതിരി പ്രോഗ്രാംസ് ഇതേമാതിരി നടക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് അവസരങ്ങളും ഉണ്ട് വരാൻ വേണ്ടി. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇതേപോലെയുള്ള ഇതൊക്കെ വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെയാണ് കൂടുതൽ ഇതിനുള്ള വർക്ക് ആവശ്യമുള്ളതെന്നാണ് തോന്നുന്നത് എനിക്ക്. ഗവൺമെന്റ് ലെവലിലും അങ്ങനെ അത്തരം ഇനിഷ്യേറ്റീവ്സിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തേക്കാളും ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഡിഫറെന്റ് കോഴ്സസ്, ഓൾ ദോസ് തിങ്സ് അതെ. പക്ഷെ ഇപ്പോഴും ഇത്തരം അവസരങ്ങൾ ആ ടെംപ്ലേറ്റൈസ്ഡ് ഫോർമാറ്റിൽ തന്നെയാണ് പലതും ഇപ്പോഴും പോകുന്നത്. അപ്പൊ അത് കാരണം എല്ലാവർക്കും ഒരു ഇതുണ്ടല്ലോ, ഞാൻ ഇത് ചെയ്യും, ഡിഗ്രി ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യും, അങ്ങനെ ആ ഒരു ഫ്ലോയിലാണ് പോകുന്നത്. പക്ഷെ അത് അല്ലാതെ പല കരിയേഴ്സും ഉണ്ട് എന്നൊക്കെ ഉള്ള ഒരു മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കൽക്കട്ട ഇസ് എ പ്ലേസ് ഒരുപാട് ആളുകൾ ഐ മീൻ പ്രീവിയസ് ജനറേഷൻ അവിടെ പോയിട്ട് ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അവർക്ക് അവരുടെ ടാലൻസിന് ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. സോ ഡിഡ് എനി സച്ച് എക്സ്പ്ലോറേഷൻ ഹാപ്പൻ ദേർ? കൾച്ചറലി ബംഗാളീസ് ഒക്കെ വളരെ കൾച്ചറലി എന്താ പറയുക ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അത് ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നേച്ചർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരം കൽക്കട്ടയിൽ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ക്യാമ്പസ് ഉണ്ടായിരുന്നത് കൽക്കത്ത എന്ന് ഐസർ കൊൽക്കത്ത എന്ന് പറയുകയാണെങ്കിലും ഒരു 60 കിലോമീറ്റേഴ്സ് ഉള്ളിലേക്കായിരുന്നു ഈ ക്യാമ്പസ് ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരുപാട് ബേർഡ് പോപ്പുലേഷൻസും അങ്ങനെ പല പല സ്നേക്കും അതും അങ്ങനെ പല പല നാച്ചുറൽ വേൾഡിന്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അത് അങ്ങനെ ഞാൻ അവിടെ കൽക്കത്ത എത്തിയ സമയത്ത് ഐസറിൽ ഒരു നേച്ചർ ക്ലബ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ നേച്ചർ ക്ലബിൽ ജോയിൻ ചെയ്യാനും പിന്നീട് ഉള്ള ലേറ്റർ ഇയേഴ്സിൽ അതിന്റെ എന്താ പറയാ സെക്രട്ടറി ആവാനും അതിലുള്ള കാര്യങ്ങളും അവയർനെസ് പ്രോഗ്രാംസും വർക്ക്ഷോപ്സും അതൊക്കെ ഓർഗനൈസ് ചെയ്യാനുള്ള അതായിരുന്നു എൻ്റെ ഒരു മെയിൻ ഹോബി ഈ ഇതില് കൽക്കട്ടയിലായിരുന്നു. പക്ഷെ എനിക്കിപ്പോ തോന്നുന്നു കുറച്ച് കൾച്ചറൽ സൈഡ്സും എക്സ്പ്ലോർ ചെയ്യണമായിരുന്നു ആ സമയത്ത്. പക്ഷെ ഞാൻ മെയിൻലി ഈ നേച്ചർ ആസ്പെക്ട് ആണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്തത്. ദാറ്റ്സ് നോട്ട് ക്വൈറ്റ് കോമൺ. എനിക്ക് തോന്നുന്നു അതൊരു അധികം ആളുകൾ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഈവൻ കൽക്കട്ട സുന്ദർബൺ എന്നൊക്കെ പറഞ്ഞ ഒരു സോ ഡു യു പെർസ്യൂ സച്ച് തിങ്സ് നൗ? സോ ഞാൻ അത് കാരണം എനിക്ക് എപ്പോൾ സമയം കിട്ടിക്കഴിഞ്ഞാലും എവിടെയെങ്കിലും ഹൈക്കിങ്ങിന് പോകാനും അല്ലെങ്കിൽ എന്തെങ്കിലും നേച്ചർ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും അതൊക്കെ കാണാനും ഒക്കെയാണ് എക്സ്പ്ലോർ ചെയ്യാനാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ അതാണ് എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ കൂടുതൽ ചെയ്യാറുള്ള കാര്യം. നമ്മളെപ്പോഴും ഈ ടെംപ്ലേറ്റൈസ്ഡ് ഫോർമാറ്റിന്റെ ഒരു കാര്യം പറഞ്ഞ പോലെ ലൈക്ക് ബൈ ദ ടൈം യു ആർ ലൈക്ക് 20, 21, 22 there will be pressure to get married and I don't know whether this question is relevant, but then how do you address കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു പോസിബിലിറ്റി ലൈക്ക് ബി മെയിൽ ഓർ ഫീമെയിൽ സ്റ്റഡി എന്നുള്ളത് മാത്രമല്ല, ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് യു ക്യാൻ എക്സ്പ്ലോർ ആൻഡ് there is lot of potential that അത് പലപ്പോഴും that those doors are getting closed when you get into a so-called templatized family mode. So do you have anything on that? എനിക്ക് കുറച്ചൊരു ഇത് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേരളത്തിൽ നിന്ന് പുറത്ത് വന്നത് കാരണം കൽക്കത്തയിൽ പോയതും പിന്നെ അതിനുശേഷം കാനഡയിലേക്ക് വന്നതുകൊണ്ട് എനിക്ക് അത്ര ഒരു ഫാമിലി പ്രഷർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. എനിക്കിപ്പോ ഇങ്ങനെ കല്യാണം കഴിക്കണമെന്നോ അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും ഗോൾസ് അച്ചീവ് ചെയ്യണം, ആ സൊസൈറ്റി സെറ്റ് ചെയ്ത് അങ്ങനെ ഒരു പ്രഷർ എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ അധികം എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിട്ടൊന്നും അത്ര ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരങ്ങളൊന്നും ഇല്ലാത്തത് കാരണം അങ്ങനത്തെ ക്വസ്റ്റ്യൻസോ അങ്ങനെയൊന്നും എന്താ പറയുക അത്ര പ്രഷർ ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ മെയിൻലി ഇവിടെയൊക്കെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി നമുക്കിപ്പം എന്താ പറയാ
ഒരു ലൈഫേ ഉള്ളൂ. അപ്പൊ ആ ലൈഫിൽ നമ്മൾ എന്ത് ചോയ്സ് എടുക്കുന്നു അതുമാതിരിയാണ് പോകുന്നതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നല്ലത് നമ്മുടെ ഹാപ്പിനെസ്സിനും. പിന്നെ അത് തന്നെ നമ്മൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനും സാധിക്കും. കാരണം നമ്മൾ ഹാപ്പി ആയിരിക്കുമ്പോഴല്ലേ ബാക്കി നമ്മുടെ ഫാമിലി, നമ്മുടെ പേരൻസ് എല്ലാവരും ഹാപ്പി ആയിട്ട് വെക്കാനൊക്കെ ഉള്ള ഒരു ഇതുള്ള. അപ്പം ഞാൻ എനിക്ക് എൻ്റെ ടൈമിൽ എൻ്റെ ഫേസിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഇത് തീർച്ചയായിട്ടും അത് ഇവിടെ വന്നതുകൊണ്ടാണ് ഉണ്ടായത്. ചിലപ്പോൾ ഞാൻ നാട്ടിലായിരുന്നെങ്കിൽ എനിക്ക് ഇപ്പം കല്യാണം കഴിക്കാനും അതിനൊക്കെയുള്ള പ്രഷർ ഉണ്ടായേനെ. പക്ഷെ ഇപ്പം കൂടുതൽ ഞാനിപ്പം ഇൻഡിപെൻഡന്റ് ആയത് കാരണം ഇപ്പൊ ആരും അങ്ങനെ ചോദിക്കാറൊന്നുമില്ല എന്തുകൊണ്ട് കല്യാണം കഴിക്കുന്നില്ല, എന്തുകൊണ്ട് ഒരു എന്താ പറയാ ഒരു നോർമൽ ഇതിലേക്ക് പോകുന്നില്ല. ഇപ്പൊ അങ്ങനെ ആരും ചോദിക്കാറില്ല. പക്ഷെ കുറച്ചു മുമ്പ് ആൾക്കാർ അങ്ങനെ ചോദിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ഇൻ യുവർ ലൈഫ് ഒരു ഫെയിലിയർ എന്നുള്ള ഒരു സംഭവം തോന്നിയിട്ടുണ്ടോ? ഐ മീൻ പല കാര്യങ്ങളിൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് അക്കാഡമിക് ഓർ അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, വാട്ട് വാസ് ലേണിംഗ് അങ്ങനെ ഇഫ് അറ്റ് ഓൾ? സോ അതൊരു റിസർച്ചറുടെ എവറി ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഫെയിലിയർ ആണ് ഡെയിലി ഫേസ് ചെയ്യുന്നത്. കാരണം ഞാനിപ്പോൾ ഈ ലാബിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ടൈം 95% ഓഫ് ടൈം നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട്സ് കിട്ടില്ല. കാരണം നമ്മൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പൊ അതൊന്നും ഇത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല. നമ്മളൊരു ഈസി ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടാനും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ ട്രയൽ ആൻഡ് എറർ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെയും അതിനുള്ള എക്സ്പെരിമെന്റിലുള്ള ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കണം. ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നവരെ നമുക്കത് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ എവറി ഡേ നമ്മൾ ഫെയിൽ ചെയ്തിട്ട് മേ ബി ഒരു 2-3 months 4 months 6 months ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ നമ്മളുടെ അത് ഓവർകം ചെയ്ത് ആ ചാലഞ്ചിനെ ഓവർകം ചെയ്ത് അതിന്റെ റിസൾട്ടിലേക്ക് എത്തുന്നതും നമുക്കൊരു റിസൾട്ട് ആവുന്നതും ഉള്ളത്. അപ്പൊ അത് എന്താ പറയാ വളരെ ഒരു ലൈഫിന് തന്നെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയി. കാരണം ഇതൊന്നും നമ്മുടെ ഒരു മൂഡിനെ എഫക്ട് ചെയ്യാതിരിക്കാനും നമുക്ക് നാളെയും എഴുന്നേറ്റ് പോയിട്ട് വീണ്ടും ഒരു പുതിയ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കി എങ്ങനെ അതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയാനുള്ള ഒരു ഇത് ഈ റിസർച്ച് ലൈഫിൽ നിന്ന് ഉള്ളതാണ്. അപ്പൊ അത് ഇപ്പൊ ഇങ്ങനെയാണെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ ഔട്ട്റീച്ച് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ ആദ്യം ഇവിടെ വന്ന സമയത്ത് ഇപ്പം നമ്മളൊരു പബ്ലിക് സ്പീക്കിംഗ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഉള്ള ആൾക്കാരുടെ അത്ര പറയാനോ അങ്ങനെ അവര് ചെയ്യുന്ന മാതിരി ചെയ്യാനുള്ള ഒരു ഇതൊന്നും ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഐ യൂസ് ടു ഫെയിൽ അ ലോട്ട്. പിന്നെ നമ്മൾ യു ലേൺ ഫ്രം ദാറ്റ് ആൻഡ് ദെൻ എന്താ പറയുക യു മൂവ് ഓൺ ആൻഡ് യു ഗെറ്റ് ബെറ്റർ എവറി ഡേ. അപ്പം ഫെയിലിയർ ഒരു നല്ല കാര്യമാണ്. നമ്മളെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ കൂടിയാണ് അത്. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം എന്താ പറയാ വരുന്ന എല്ലാ ജനറേഷനിലുള്ള കുട്ടികൾക്കും സയൻസ് എന്നുള്ള ഒരു ഇത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം. അതിന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കോപ്പ് ഇമ്മെൻസ് ആണ്. പിന്നെ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമാനിറ്റിക്ക് മുന്നോട്ട് പോകാനും ഏറ്റവും കൂടുതൽ ആവശ്യം സയന്റിഫിക് ഇന്നോവേഷനും അതിലുള്ള എന്താ പറയാ കൂടുതലായിട്ടും മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെയാണ് ആവശ്യം. അപ്പൊ നമുക്ക് എത്രയും കൂടുതൽ സയന്റിസ്റ്റിനെ ഉണ്ടാക്കാൻ പറ്റുന്നതോ അത്രയും കൂടുതൽ നമുക്ക് വളരെയധികം നല്ലതാണ്. അപ്പം എല്ലാവരും എന്താ പറയാ ഈ ഒരു ടിപ്പിക്കൽ കരിയർ പാത്ത് അല്ലാതെ ഈ സയൻസിലേക്ക് പോവാനും പിന്നെ നമ്മൾക്ക് എപ്പോഴും എന്താ പറയാ ചിലപ്പോൾ സയൻസിൽ തന്നെ ഇപ്പൊ ഇന്ന് എനിക്ക് ബയോളജി പഠിക്കണം എന്ന് തോന്നി കഴിഞ്ഞാലും നാളെ വേറെ എന്തെങ്കിലും ആയിരിക്കും എന്നെ ഇൻട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ആ സമയത്ത് അതിലേക്ക് മൂവ് ചെയ്യാനുള്ളതും ആ ഫ്ലെക്സിബിലിറ്റിയും അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള ഒരു ഓപ്പൺ മൈൻഡഡ്നെസ് ഇനിയുള്ള ജനറേഷൻസിന് ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്ക് ഉള്ളത്. അത് എല്ലാവരോടും പറയാനുമാണ് എനിക്ക് തോന്നുന്നത്. Wonderful, Sriporna. Thank you, Ashish, for inviting me. No, it was great to know. എല്ലാ പാരന്റ്സിനും ഈ ഒരു സമയത്ത് മേ ബി ദേ ആർ ഏബിൾ ടു അഫോർഡ്, ദേ ആർ ഏബിൾ ടു, ബട്ട് റൈറ്റ് ഡയറക്ഷൻ അത് ചിലപ്പോ എല്ലാവർക്കും എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. സോ അതാണ് വൺ ഓഫ് ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് എനിക്കുണ്ടായിരുന്നത് ഈ ഒരു കോൺവെർസേഷനിൽ. സോ താങ്ക് യു സോ മച്ച് ശ്രീപർണ. ആൻഡ് പുതിയ എക്സ്പെരിമെന്റ്സും റിസർച്ചസും ഔട്ട്കം ഒക്കെ ഉണ്ടാവാനായിട്ട് ഓൾ ദി ബെസ്റ്റ് ടു യു. Thank you. Yeah.